യുക്തിവാദികളെയും നിരീശ്വരവാദികളെയും അമ്പരപ്പിക്കും വിധത്തിൽ ഇസ്ലാമിക ഖബർ ജീവിതത്തിന്റെ സംഭവ വികാസങ്ങളെയും മദീനയുടെ മലർവനയിൽ വിശ്രമിക്കുന്ന മുത്തുനബിയെയും പരിഹസിക്കുന്നത് കാണുക. ഇതിൽ പറയുന്ന മരിച്ചോലെ നിസ്കരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ ഇമാമ് ആരായിരുന്നു? റസൂലാണല്ലോ. റസൂല് മദീനത്തെ പള്ളിയിൽ അവിടെ ഖബർസ്ഥാനിൽ അല്ലേ? എന്നാ നിങ്ങൾ ആലോചിച്ചു, സുന്നി വിശ്വാസം അനുസരിച്ച് മരിച്ചോല് നിസ്കരിക്കുന്നു എന്നാ പിന്നെ അന്നിസ്കാരൻ നബിക്ക് ഖബറിന്റെ മുകളിൽ ഒന്നും ആവാലോ അല്ലേ? മദീനത്ത് ലൊഹർ ബാങ്ക് കൊടുക്കുക. അപ്പൊ നബി ഇങ്ങനെ ചോദിക്കുക ഖബറിന്, അബൂബക്കറെ ബാങ്ക് കൊടുത്തൂല്ലേ, ഇപ്പൊ അവിടെ നിൽക്കട്ടെ, ഞാൻ ഒന്നെടുത്ത് 2 റക്അത്ത് നിസ്കരിക്കട്ടെ, ഞാൻ വരട്ടോ ഇമാമിന്. സുന്നി വിശ്വാസ പ്രകാരം എന്താ? മരിച്ചോല് നിസ്കരിക്കുന്നു എന്നാ. അപ്പൊ മരിച്ചവർ നിസ്കരിക്കുക, റസൂലുള്ള നിസ്കരിച്ചുകൊണ്ടിരിക്കണം. ആ ഇമാമത്ത് റസൂലിന് പള്ളിക്കാട്ട് പിന്നെ റസൂലിന്റെ ശ്മശാനത്തിൽ നിന്ന് എറി വരാലോ, മഗ്‌രിബിനും ഇശാക്കും ളുഹറിനും ഒക്കെ. അങ്ങനെ ഒരു സംഭവം ഇല്ല. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഇല്ല. കേട്ടോളൂ, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. 100 ഇമാമിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം. ധൈര്യമുണ്ടെങ്കിൽ മുജാഹിദുകളെ ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറായിക്കോ. ഇത് ഫാദർ അടപ്പൂരും AT കോവൂരും KP അപ്പനും പറയേണ്ടതാ. ഇവിടെയുള്ള യുക്തിവാദികൾ ലെനിനിന്റെയും മാർക്സിന്റെയും എംഗൽസിന്റെയും ചിന്തകൾ പഠിച്ച് ലെനിനിസ്റ്റ് ദർശനങ്ങളും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും എഴുതിയവർ പറയേണ്ടതാ. ഇമാമുകൾ ഖബറിൽ ജീവിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, റഅയ്തു മൂസാ ഖായിമൻ യുസല്ലി ഫീ ഖബരിഹി, ഞാൻ മൂസാ നബിയെ കണ്ടു, ഖായിമൻ യുസല്ലി ഫീ ഖബരിഹി, ഖബറിൽ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. ആരാ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം സുയൂത്തി തങ്ങൾ പറയുന്നു, സാബിത്തുൽ ബുന്നാനിയെ ഖബറടക്കി, ഫീ അദ്ഖൽതു സാബിതൻ അൽ ബുന്നാനി, എന്നവരെ ഞാൻ ഖബറിൽ കടത്തി വെച്ചു, ഫീ ലഹദിഹി, അവിടുത്തെ പള്ളക്കുഴിയിൽ, വമഈ ഹമീദു തവീൽ, എന്നവർ എന്റെ കൂടെയുണ്ട്. ഫലമ്മാ സവ്വൈതു അലൈഹി ലബന കമാ ഫലമ്മാ സവ്വൈനാ അലൈഹി ലബന, ഇഷ്ടികകൾ ഞങ്ങൾ ക്രമീകരിച്ചു. ഫസഖത്തത് ലബനത്തുൻ, ഒരു ഇഷ്ടിക അങ്ങ് വീണു. ഫൈദാ ഹുവ യുസല്ലി ഫീ ഖബരിഹി, അവിടുന്ന് ഖബറിൽ നിസ്കരിക്കുന്നു. വകാന യഖൂലു ഫീ ദുആഇഹി, അവിടുന്ന് ജീവിതകാലത്ത് ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ ഇൻ കുൻത അതൈത അഹദൻ മിൻ ഖൽഖിക മിനസ് സ്വലാത്തി ഫീ ഖബരിഹി ഫഅതിനിഹാ, അല്ലാഹുവേ ഖബറിൽ നിസ്കരിക്കാൻ നീ ആർക്കെങ്കിലും നിയോഗം കൊടുത്താൽ അതെനിക്ക് തരണേ അല്ലാ എന്ന് ജീവിതകാലത്ത് ദുആ ചെയ്ത സാബിത്തുൽ ബുന്നാനി എന്നവരെ ഖബറിലേക്ക് വെക്കുമ്പോ റഅയ്തുഹു യുസല്ലി, നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. ആരാണ്? ഹാഫിദ് സുയൂത്തി ജാമിഉൽ കബീറിന്റെ രചയിതാവാണ്, ജാമിഉസ് സഗീറിന്റെ രചയിതാവാണ്. 700 ചില്ലാനം കിതാബ് എഴുതിയ പണ്ഡിതനാണ്. ഹദീസിൽ നിന്ന് ലഭ്യമായ ഹദീസ് മുഴുവനും സമാഹരിച്ച പണ്ഡിതനാണ്. ഖുർആൻ വ്യാഖ്യാനം എഴുതിയ മഹാനാണ്. ആ സുയൂത്തി ഇമാം എഴുതി വെക്കുന്നു കേട്ടോ, അത് നമുക്ക് പ്രമാണമാണ്. എന്നാൽ മുജാഹിദ് സെന്റർ എന്നിറക്കിയ ബുക്ക് ആദരപൂർവ്വം പറഞ്ഞ ഇബ്നു ഖയ്യിമുൽ ജൗസി ഉണ്ടല്ലോ, അദ്ദേഹം അതായി എഴുതി വെക്കുന്നു. മുജാഹിദുകൾ കേട്ടുപഠിച്ചോ, ജമാഅത്തെ ഇസ്ലാമിക്കാര് മനസ്സിലാക്കിക്കോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ അവിടം ഫലിദാക കാനൂ ബിൽ ഹയാതി യഹഖു മിൻ ശുഹദാഇനാ ബിൽ അഖ്ലി വൽ ബുർഹാനി, നിങ്ങളുടെ നേതാവ് ഇബ്നു ഖയ്യിമുൽ ജൗസി അദ്ദേഹത്തിന്റെ നൂനിയയിൽ എഴുതിയതാണ്.